السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അഫ്രദൂനി എന്ന അധ്യായത്തിൽ വഖാല റജുലുൻ മിൻ ബനൂ കൽബ് ഖബീലയിലെ ഒരു ഷായിർ പറഞ്ഞ ഏതാനും ചില വരികളാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, സ്വഭാവം മോശമാവുമ്പോൾ അതേപോലെ തന്നെ പ്രവർത്തനങ്ങളൊക്കെ സഹിക്കാൻ പറ്റാതെയാവുമ്പോൾ ചിലപ്പോഴൊക്കെ വേണ്ടപ്പെട്ടവരെ ഒറ്റപ്പെടുത്തേണ്ടി വരും. അവരിൽ നിന്ന് സഹായങ്ങൾ പ്രതീക്ഷിക്കുകയോ ആശ്രയം ഉണ്ടാവുകയോ ഒന്നും ചെയ്യരുത്. തികച്ചും അവരെ ഒന്ന് മാറ്റി നിർത്തണം എന്ന ആശയം വരുന്ന ഏതാനും ചില വരികൾ നമ്മൾ പരിചയപ്പെട്ടു. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അതുല്യമായ ആശയം. ഇദ്ദേഹം ഈ ഷായിർ ഒറ്റപ്പെടുന്ന ഒരു സംഭവം, അഥവാ തന്റെ ഇബ്നു അമ്മ സ്വഭാവം മോശമായതുകൊണ്ട് ഗത്യന്തരമില്ലാതെ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പല പ്രാവശ്യം പറഞ്ഞു നോക്കിയിട്ടും പല കാര്യങ്ങൾ ചെയ്തു നോക്കിയിട്ടൊന്നും ഫലവത്താവാതെ കണ്ടപ്പോ അവര് ഈ ഷായിർ തന്റെ ഇബ്നു അമ്മിനെ മാറ്റി നിർത്തി. പക്ഷെ അതുവഴി തന്നെ ഷായിറിനെ സമൂഹം മുഴുവനും ഒറ്റപ്പെടുത്തുന്ന രംഗാണ്. അങ്ങനെ ഇദ്ദേഹം ഒറ്റപ്പെട്ടപ്പോ ഇദ്ദേഹം മാറി താമസിക്കുകയാണ് മറ്റു സ്ഥലത്തേക്ക്. അങ്ങനെ മറ്റു സ്ഥലത്തേക്ക് മാറി താമസിക്കുക വഴി ഈ ഇബ്നു അമ്മിന്റെ ശർറ് ഒഴിവാകുന്നു. അവന്റെ സ്വഭാവവും അവന്റെ ചീത്ത പ്രവർത്തനവും കാണേണ്ടി വരുന്നില്ല. അങ്ങനെ തന്റെ ഒട്ടകവുമായിട്ട് ഇദ്ദേഹം യാത്ര പുറപ്പെടുക. അങ്ങനെ യാത്ര പുറപ്പെടുമ്പോൾ ഉണ്ടായ ചില കാര്യങ്ങളാണ് ഇവിടെ ഇന്ന് പരാമർശിക്കുന്നത്. വഖാല റജുലുൻ മിൻ ബനൂ കൽബ് ഖബീലയിലെ ഒരു ഷായിർ പറയുന്നു, വഹന്നത് നാഖതി തറബൻ വശൗഖാ ഇലാ മൻ ബിൽ ഹനീനി തുശവ്വിഖീനി فإني مثل ما تجدين وجدي ولكن أصحبت عنهم قروني رأوا عرشي تثلم جانباه فلما أن تثلم أفردوني هنيئا لابن عم السوء عني مجاورة بنيت علي اللبوني. ബനൂ കൽബിലെ ഷായിർ പറയാണ്, വഹന്നത് നാഖതി, എന്റെ ഒട്ടകം ചെറിയ രീതിയിൽ ശബ്ദിച്ചു. ഹനീന് തേങ്ങിക്കരച്ചിൽ എന്നാണല്ലോ. അപ്പോ സങ്കടം സഹിക്കാൻ പറ്റാത്ത ആവുമ്പോ കരയുന്ന, നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള നീണ്ട കരച്ചിൽ, അതാണ് ഹനീന്. തേങ്ങി തേങ്ങി ആ മനസ്സിലെ സങ്കടങ്ങൾ ഇങ്ങനെ ഓർത്ത് നിർത്താൻ വേണ്ടി നോക്കുമ്പോൾ വീണ്ടും സങ്കടങ്ങൾ വരുന്നു. അപ്പൊ ഇങ്ങനെ തേങ്ങി തേങ്ങി കരയുന്നു. അതിനേക്കാണ് ഹനീൻ എന്ന് പറയാം. ഇവിടെ ഹന്നത്തിനാക്കത്തീന, എന്റെ ഒട്ടകം ശബ്ദിച്ചു ചെറിയ രീതിയിൽ. എന്തിനാ? തറബും വശൗഖ. തറബ് എന്ന വാക്ക് ഹുസ്ന് ഉണ്ടായിട്ടും ഫറഹ് ഉണ്ടായിട്ടും, വിഷമുണ്ടാവുന്ന സമയത്തുള്ള അവസ്ഥക്കും തറബ് എന്ന് പറയും. എന്നാൽ ഫറഹ് സന്തോഷം ഉണ്ടാവുമ്പോ, അപ്പൊ സന്തോഷം ഉണ്ടാവുന്ന അവസ്ഥ, സങ്കടം ഉണ്ടാവുമ്പോ ഒക്കെയുള്ള ഒരു ഖിഫത്ത്, ഒരു കുറച്ചിൽ, ഒരു എളിമ സ്വഭാവം, അതാണല്ലോ തറബ്. ഇഹ്തസ്സൽ അർശു തറബൻ വസ്തിബ്ശാറ വസാദൽ കുർസിയു ഹൈബത്തൻ വവഖാറ എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. തറബം വസ്തുബിഷാറാണ്. അവിടെ തറബ് എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ ഘട്ടത്തിന് വേണ്ടി അവിടെ ഉപയോഗിച്ചു. ഇവിടെ ഉപയോഗിക്കുന്നത് ഇദ്ദേഹം ഷായിർ യാത്ര തിരിക്കുകയാണ്. അപ്പോ സ്വന്തം നാട്ടിൽ നിന്ന്, ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന്
തന്റെ കുടുംബത്തെയും തന്റെ ഉറ്റവരെയും ഉടയവരെയും സമൂഹത്തെയൊക്കെ ഒഴിവാക്കി മറ്റൊരു നാട്ടിലേക്ക്, മറ്റൊരു പ്രദേശത്തേക്ക് പോകുമ്പോൾ ഉണ്ടായ ഒട്ടകം എന്ന് പറയുന്നത് അത്തരം വിഷയങ്ങളൊക്കെ അറിയുന്നുണ്ട്, യജമാനന്റെ മാറ്റങ്ങള്, സ്വഭാവ മാറ്റങ്ങളും ഒക്കെ അറിയുന്നുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഇദ്ദേഹം പറയാം. അപ്പൊ ഒട്ടകം സ്വന്തം നാടിൽ നിന്ന് വിട്ടുപോകുമ്പം ഉണ്ടാവുന്ന ആ വിഷമം, അത് ഓർത്തിട്ട് ഒട്ടകം ശബ്ദിച്ചു എന്നാണ് തറബൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഷൗക്കൻ, ഷൗക്ക് തന്റെ യജമാനനോടുള്ള ആഗ്രഹം. ശേഷം അത് തെളിയിക്കുന്നുണ്ട്, ഇലാമംബിൽ ഹനീനി തുശവ്വിഖീനി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു ഭാഗത്ത് സ്വന്തം നാടിനോടുള്ള, സ്വന്തം നാട് വിട്ടുപിരിയുന്നതിനുള്ള വിഷമം ആലോചിച്ചിട്ട് ഓർത്തുകൊണ്ട് ഒട്ടകം ശബ്ദിക്കുന്നു. അതേപോലെ തന്നെ ഇപ്പൊ ഷൗക്കൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കാൻ, അവിടെ ആദ്യത്തെ വരി പറഞ്ഞത് അവിടെ ഖബറാണ്, ഒട്ടകത്തെക്കുറിച്ച് എന്റെ ഒട്ടകം ശബ്ദിക്കുന്നു എന്ന് ഒട്ടകത്തെ സംബന്ധിച്ചുള്ള വിവരണം ഖബറാണ്. ഇനി നേരെ ഖിതാബ് ഒട്ടകത്തിലേക്ക്, ഇലാമംബിൽ ഹനീനി തുശവ്വിഖീനി, ഏതൊരുത്തനിലേക്കാണ്, ഏതൊരുത്തനെ ഓർത്തിട്ടാണ് ഹനീന് ശബ്ദിക്കൽ കൊണ്ട് എന്നോട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. സ്വന്തം ആണ് ഉദ്ദേശിക്കുന്നത്, ഷായർ തന്നെ സ്വന്തം. വലാകിൻ ലിയത്മഇന്ന ഖൽബി എന്ന് പറഞ്ഞ പോലെ ഷായറിനറിയാം തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. എങ്കിലും ഒന്ന് ഉറപ്പിച്ച് ചോദിക്കുകയാണ്, ഇലാ മുമ്പിൽ ഹനീനി, അതാണ് ഇസ്തിഫാമിന്റെ ഉദ്ദേശം. ഏതൊരുത്തനിലേക്കാണ് ഹനീന് കൊണ്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് എന്ന് അങ്ങോട്ട് ഉറപ്പിക്കുകയാണ് ഷായർ. എന്നിട്ട് അവിടെ ഒട്ടകത്തോട് പറയാണ് ഷായർ, ഫഇന്നി മിസ്ലുമാ തജ്ദീന വജ്ദി വലാകിൻ അസ്ഹബത് അൻഹും ഖറൂനി, എന്നാൽ എനിക്കുണ്ട് നിനക്കുണ്ടാവുന്നത് പോലെയുള്ള ശക്തമായ ആഗ്രഹം. വജ്ദ് പറഞ്ഞാൽ ഹുബ്ബു ശദീദ്, വളരെ വലിയ നല്ല ആഗ്രഹം എനിക്കുണ്ട്. ഫഇന്നി, ഞാനും മിസ്ലുമാ തജ്ദീന വജ്ദി, നിനക്ക് ഉണ്ടാകുന്നത് പോലെ, നിനക്ക് എത്തിക്കുന്നത് പോലെ വളരെ ശക്തമായ സ്നേഹം എനിക്കുണ്ട്. പക്ഷേ ഞാൻ വലാകിൻ അസ്ഹബത്ത് അൻഹും ഖറൂനി, അവരെ തൊട്ടുള്ള ആ നാട്ടുകാരെ, എന്റെ കബീലയാകുന്ന അല്ലെങ്കിൽ എന്റെ സമൂഹത്തെ വിട്ട് ഞാനെന്ത് ചെയ്തു, എന്റെ ശരീരം ഖറൂനത്ത് എന്നൊക്കെ പറഞ്ഞാൽ അൽ നഫ്സു, ശരീരം എന്നാണല്ലോ. അപ്പൊ എന്റെ ശരീരം അസ്ഹബത്ത്, ഇസ്ഹാബ് എന്ന് പറഞ്ഞാൽ ഇൻഖാദ്, അണ്ട് കീഴ്പ്പെട്ടു, അനുസരിച്ചു, കീഴ്പ്പെടുക, ഇൻഖിയാദ്, കീഴ്പ്പെട്ടു എന്നാണ് അസ്ഹബത്ത് അൻഹും. അപ്പൊ നമ്മള് പഴയ നാട്, സ്വന്തം നാട്, ജനിച്ചു വളർന്ന നാടാണെങ്കിലും ഇനി മറ്റൊരു നാട്ടിലേക്ക് പോവാണ്. അപ്പം ഈ സമൂഹത്തെയും വിട്ട് എന്ത് ചെയ്തു, എന്റെ ശരീരം അങ്ങോട്ട് ഇണങ്ങിച്ചേർന്നു. ആ യഇസ്, അവരിലേക്കുള്ള ആ യഇസ് അങ്ങോട്ട് ശരീരം മാറ്റി നിർത്തി. ഒട്ടകാവുമ്പോ നിനക്കതിന് പ്രയാസമാണ്, നിനക്കത് പറ്റുന്നില്ല. പക്ഷേ എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. എന്റെ ശരീരം എന്ത് ചെയ്തു, വലാകിൻ താബഅത്നി നഫ്സി ബിൽ യഇസ് മിൻഹും, അവരിൽ നിന്നുള്ള ആശ എന്ത് ചെയ്തു, എന്റെ നഫ്സ് അങ്ങോട്ട് എന്നോട് തുടർന്നു കളഞ്ഞു എന്നാണ്. ശരീരം എന്നോട്, എനിക്ക് എന്റെ പിന്നാലെ ശരീരം വന്നു. ഞാൻ പോവുകയാണ് ഇവിടുന്ന്, ഈ നാട്ടിൽ നിന്ന്. പക്ഷെ എന്റെ അതേ വഴിക്ക് എന്റെ ശരീരവും വന്നു, എന്റെ മനസ്സും വന്നു. ശരീരത്തോട് മനസ്സ് അങ്ങോട്ട് പിന്തുടർന്നു എന്നാണ് അസ്ഹബത്ത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുഹബ് അതാണല്ലോ, സഹവാസം. അപ്പോ ശരീരവും മനസ്സും അങ്ങോട്ട് ഒന്നായിട്ട് സാഹിബായി, അവിടെ ശരീരത്തോട് മനസ്സ് ഒരിക്കലും വേർതിരിഞ്ഞു നിൽക്കുന്നില്ല. എന്താണോ ശരീരം ആഗ്രഹിക്കുന്നത് അതിലേക്ക് മനസ്സും വന്നു. ആ പഴയ നാട്, സമൂഹത്തോടുള്ള ആശ അങ്ങോട്ട് മുറിച്ചു കളഞ്ഞു. എന്നിട്ട് ഇങ്ങനെ
പോവാനുള്ള സാഹചര്യം എന്തുകൊണ്ടാണ് വന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. റഔ അർശി തസല്ലമ ജാനിബാഹു. റഔ അവർ കണ്ടു, എന്റെ സമൂഹം, എന്റെ കുടുംബക്കാര്, എന്റെ ജനങ്ങള് കണ്ടു അർശി എന്റെ ഇരിപ്പിടത്തെ. അർശി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാക്കർത്ഥം ഇരിപ്പിടാണെങ്കിലും സ്വാധീനം അല്ലെങ്കിൽ ഇസ്സത്ത്, ആ നാട്ടിൽ തനിക്കുള്ള സ്വാധീനം അവർ കണ്ടു. തസല്ലമ ജാനിബാഹു, അതിന്റെ പാർശ്വങ്ങള് കേടുവന്നതായിട്ട്. തസല്ലമ കേടുവരിക, പ്രവർത്തനയോഗ്യം അല്ലാതിരിക്കുക. അങ്ങനെ കണ്ടപ്പോ അങ്ങനെ അവർ കണ്ടു എന്നാണ്. തസല്ലമ എന്ന വാക്ക് വാള്, കത്തി പോലോത്തതിലേക്ക് ഉപയോഗിക്കുമ്പോൾ അത് മൂർച്ചയില്ലാത്ത അവസ്ഥക്കാണ് മുസല്ലം എന്ന് പറയാം. മറ്റുള്ള വാക്കുകളിലേക്ക് ഉപയോഗിക്കുമ്പം അതാത് രീതിയിൽ, അതാതിന്റെ ഗണത്തിൽപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാവുക. അപ്പൊ തന്റെ സ്വാധീനം അവിടെ നഷ്ടപ്പെട്ടു. അതിന്റെ കാരണം എന്താണ്? തന്റെ ഇബ്നു അമ്മ ഇദ്ദേഹത്തോട് മോശമായ രീതിയിൽ പെരുമാറിയപ്പോ അദ്ദേഹം ഒന്ന് ഒറ്റപ്പെടുത്തിയതാണ്, അവനോട് ഒറ്റപ്പെടുത്തിയതാണ്. പക്ഷെ അത് ഏറ്റെടുത്ത് ജനങ്ങൾ മുഴുവനും, ആ കബീലക്കാർ മുഴുവനും ഇദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി. അതാണ് അവിടുത്തെ കാരണം. അപ്പോ അവരെന്ത് ചെയ്തു? എന്റെ സ്വാധീനം അവര് നഷ്ടപ്പെട്ടതായിട്ട് കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ അഫ്രദൂനിന ഫലമ്മ അൻ തസല്ലമ അഫ്രദൂനി, അങ്ങനെ സ്വാധീനം നഷ്ടപ്പെട്ടതായിട്ട് വന്നപ്പോ അവരെന്ത് ചെയ്തു? അഫ്രദൂനി, എന്നെ ഒറ്റപ്പെടുത്തി കളഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം യാത്ര പറഞ്ഞു പോവാണ്. ഹനി അല്ലിബിനി അമ്മി സൗഇ അന്നി മുജാവിറത്തും ബനി സുഅലില്ലബൂനി. ഹനി അൻ, ആരോട്? ലിബിനി അമ്മനോട്. യഥാർത്ഥത്തില് പ്രവർത്തനങ്ങളൊക്കെ മോശാണെങ്കിലും ആള് ഖറാബത്ത് കൊണ്ട് തന്റെ ഇബ്നു അമ്മാണ്, അവനോട് യാത്ര പറയാണ്. ജാഹിലീങ്ങള് പിന്നെ ബന്ധപ്പെടുമ്പോ അവരോട് ഖാലു സലാമ എന്ന് പറഞ്ഞില്ലേ, അവരോട് സലാം പറഞ്ഞ് പിരിയാന്ന് വെച്ചാല് മഅസ്സലാമ പറഞ്ഞു പോവുക എന്ന അർത്ഥത്തില്. അതേ ഒരർത്ഥാണ് ഹനി അല്ലിബിനി അമ്മി സൗഇ. സൗ എന്ന് ഫതഹ് കൊണ്ട് സൗ, സാ യസൂഉ സൗ. അപ്പോ ചീത്ത കാര്യങ്ങള് കൈമുതലാക്കിയ, എല്ലാ സമയത്തും ചീത്ത മാത്രം പ്രവർത്തിക്കുന്ന തന്റെ അമ്മിന്റെ മകനോട് സലാം പറഞ്ഞിട്ട് ഹനീ അൻ പിരിയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അന്നീ മുജാവിറത്തുൻ ബനീ സുഅലിൻ ലബൂനി, ഞാന് ബനൂ സുഅലാകുന്ന കബീല അവരിലേക്ക്, അവരുടെ പ്രദേശത്തേക്ക് മാറുന്നു. അന്നീ മുജാവിറത്തുൻ, അവരുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. മുജാവിറത്തിന്റെ ഫായിലാണ് ലബൂനി. ലബൂന് പാല് പാലുള്ള ഒട്ടകം മുജാവിറത്താണ് എന്ന് വെച്ചാൽ പാലിന്റെ ഒട്ടകത്തെ മാറ്റി നിർത്താൻ ആരും ആഗ്രഹിക്കൂലല്ലോ. അപ്പോ ആ പാലുള്ള ഒട്ടകം ബനൂ സുഅലി എന്ന കബീലയോട് ബന്ധപ്പെട്ടിരിക്കുന്നു, അവിടെയാണ്, അതിനോട് ബന്ധപ്പെട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാസിം പറഞ്ഞ് മൽസൂം ഉദ്ദേശം. ലബൂന് തന്റെ പാലുള്ള ഒട്ടകം ഈ കബീലയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇദ്ദേഹവും ഈ ഒട്ടകവുമായിട്ട് എന്ത് ചെയ്യാണ്? ബനൂ സുഅല് കബീല അവിടേക്ക് മാറുന്നു. ഇത് തന്റെ സമൂഹത്തോടും കുടുംബത്തോടും നടത്തുന്ന ഒരു താക്കീതാവാം. അതല്ലെങ്കിൽ പിൽക്കാലത്ത് അവരിദ്ദേഹത്തെ ആഗ്രഹിക്കും എന്ന് ഇദ്ദേഹത്തിന് ഉറപ്പുണ്ടായതുകൊണ്ട് അവരോട് പറയുന്ന ഒരു സാധാ പറയലുമാവാം. രണ്ടാണെങ്കിലും അദ്ദേഹം പറയാണ്, ഞാൻ പോവുകയാണ് ബനൂ സുഅൽ കബീലയിലേക്ക്, അവരുടെ പ്രദേശത്തേക്ക് ഞാൻ എന്റെ ഒട്ടകത്തെയുമായിട്ട് യാത്ര തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇബ്നു അമ്മിനോട് സലാം പറഞ്ഞിട്ട് മഅസ്സലാം അദ്ദേഹം അഭിവാദ്യം ചെയ്ത് അവിടുന്ന് പുറപ്പെടുക. അപ്പൊ ഇങ്ങനെ ചീത്ത കാര്യങ്ങൾ കൊണ്ട് തനിക്ക് ശല്യമുണ്ടായപ്പോ, പൊറുതിമുട്ടിയപ്പോ ഈ ഒരു ആശയം അദ്ദേഹം പ്രവർത്തന പദത്തിൽ കൊണ്ടുവരിക.
നേരത്തെ നമ്മൾ ആശയം അത് മനസ്സിലാക്കി. ഈ മനസ്സിലാക്കിയ ആശയം ഇദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അത് അങ്ങനെ കാണിച്ചു തന്നു, മാറി താമസിച്ചു, ഒറ്റപ്പെടുത്തി. ഇനി ഒരു ആശയവിനിമയം നടത്തുകയോ അവനിലേക്ക് എന്തെങ്കിലും ആശ്രയിക്കുകയോ അവന്റെ ആവശ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയോ ഒന്നും ചെയ്യാത്ത രൂപത്തിൽ പാടെ അദ്ദേഹം മാറി താമസിക്കുകയാണ്. ഒരു താൽക്കാലിക മാറി താമസിക്കലല്ല. അതുകൊണ്ടാണ് തന്റെ ഒട്ടകവുമായിട്ട് അദ്ദേഹം പോകുന്നത്. നേരെ മറിച്ച് ചെറിയൊരു മാറി താമസമൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യൂല, ഒരു ചെറിയ ഒരു മാറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഇദ്ദേഹം എല്ലാം തന്റെ കുടുംബത്തെയും ജനിച്ച് വളർന്ന നാട്, വീട്, സമൂഹം, കുടുംബം എല്ലാം ഉപേക്ഷിച്ച് ഇദ്ദേഹം യാത്ര പോയി ഈ കബീലയിലേക്ക്, നേരത്തെ പറഞ്ഞ ബനൂ സുഅൽ എന്ന കബീലയിലേക്ക് അദ്ദേഹം പോവുകയാണ്. അടുത്തത് ചെറിയ 2-3 വരി. വഖാല റജുലുൻ മിൻ ബനി അസദ്. ബനൂ അസദ് കബീലയിൽപ്പെട്ട ഒരു ഷായറിന്റെ 3 വരികളാണ്. വമാ അന ബിൻ നക്സിദ്ദനി വലല്ലദി ഇദാ സദ്ദ അന്നി ദുൽ മവദ്ദതി അഹ്റബു വലാകിന്നനി ഇൻ ദാമ ദുംതു വഇൻ യകുൻ ലഹു മദ്ഹബുൻ അന്നി ഫലി അൻഹു മദ്ഹബു അലാ ഇന്ന സൈറൽ വുദ്ദി വുദ്ദുൻ തവത്തഅത് വുദ്ദുൻ തതവഅത് ലഹു നഫ്സു ലാ വുദ്ദ അതാ വഹുവ മുതഅബു. ഇതില് അദ്ദേഹം പറയുന്നത്, സ്നേഹമുള്ള ആളുകൾ പിരിയുമ്പോ, മാറുമ്പോ, ഒറ്റപ്പെടുമ്പോ അതൊരു വിഷയമാക്കാതെ, ഒരു നഷ്ടം ആയി അംഗീകരിക്കാതെ, ചിത്രീകരിക്കാതെ നിൽക്കണം. എന്നാൽ ഇവിടെ തന്നെ തുടരുകയാണെങ്കിൽ എല്ലാ സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ അവരോട് കാണിക്കുകയും ചെയ്യും. അവര് പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ അവർക്ക് പോവാം, എന്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടാവൂല. സ്നേഹമെന്ന് പറയുന്നത് അത് ഹൃദയത്തിൽ നിന്നുണ്ടാവണം. അത് തകല്ലുഫ് നിലക്ക് ഉണ്ടാവേണ്ടതല്ല. അത് സ്വമേധയാ ഹൃദയത്തിൽ നിന്ന്, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ് എന്ന് പറയുന്ന ചില ചെറിയ കാര്യം, ചെറിയ 3 വരികളാണ് പറയാനുള്ളത്. വഖാല റജുലുൻ മിൻ ബനി അസദ്. ബനു അസദ് കബീലയിൽപ്പെട്ട ഒരു ഷായർ പറയുന്നു, വമാ അന ബിൻ നക്സിദ്ദനി വലല്ലദി. ഞാൻ അല്ല, ലഈഫല്ല, നക്സ് ലഈഫ്, മുസ്തദഈഫ്, അദ്ദനീ ആക്ഷേപർഹമായ താഴ്ന്ന ഒരു ലഈഫ് ആയവൻ അല്ല. വലല്ലദീ ഇദാ സദ്ദ അന്നി ദുൽ മവദ്ദതി അഹ്റബു. അപ്പൊ ഞാൻ എന്തല്ല, ഒരു ആക്ഷേപ അർഹനായിരിക്കുന്ന ലഈഫ്, ബലഹീനനല്ല. അതോടൊപ്പം തന്നെ വേണ്ടപ്പെട്ട ആളുകൾ പിരിയുമ്പോ അതൊരു വിഷയമാക്കിയെടുത്ത് യാ വൈലത്ത, വാഹർബ എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് അവരോട് ശത്രുത കാണിക്കുന്ന ആളുമല്ല എന്നാണ്. മറ്റൊരു ഷായർ പറഞ്ഞ പോലെ, വലാ അഖൂലു ഇദാ മാ ഖുല്ലത്തുൻ സറമത് യാ വൈഹ നഫ്സി മിൻ ശൗഖിൻ വ ഇഷ്ഫാഖി എന്ന് പറഞ്ഞ ഒരർത്ഥാണ് ഇവിടെ. എന്ത് ലഈഫു അല്ല, അതോടൊപ്പം വേണ്ടപ്പെട്ടവര് പിന്നെ പോവുമ്പോ അതൊരു വിഷയമാക്കിയെടുത്ത് അവരോട് ശത്രുത കാണിക്കുന്ന ആളുമല്ല. പോവേണ്ടവർക്ക് പോവാം, ഇവിടെ നിൽക്കേണ്ടവർക്ക് ഇവിടെ നിൽക്കാം എന്ന ആശയം ഇതോട് ഇതിന്റെ ബയാൻ എന്ന നിലക്ക് അടുത്ത വരിയിൽ പറയുന്നു. കണ്ടോ, വലാകിന്നനി ഇൻദാമ ദുംതു വഇൻ യകുല്ലഹു മദ്ഹബുൻ അന്നി ഫലി അൻഹു മദ്ഹബു. ഞാൻ വലാകിന്നനി, ഞാൻ ഇദാദാമ, അവരിവിടെ ദായിമായിട്ട് നിൽക്കുകയാണെങ്കിൽ ദുംതു, ഞാനും അവരോടൊപ്പം നിൽക്കും. വഇൻ യകുല്ലഹു മദ്ഹബുൻ അന്നി, ഇനി അവര് എന്നെയും വിട്ട് പോവുകയാണെങ്കിൽ, അവർക്ക് സ്വന്തം ഒരു വഴി സ്വീകരിച്ച് ആ വഴിക്ക് അവര് നീങ്ങുകയാണെങ്കിൽ
ഫലിയ അൻഹു മദ്ഹബു, എനിക്കും അത്തരത്തിൽ ഒരു വഴി എനിക്കുമുണ്ട്. അപ്പൊ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിൽക്കാം, സൗഹാർദ്ദത്തിലും സന്തോഷത്തിലുമൊക്കെ ഐക്യത്തിലുമൊക്കെ നിൽക്കാം. പോവുകയാണെങ്കിൽ അതിനെനിക്കൊരു പ്രശ്നമില്ല. അത് ഞാൻ വലിയൊരു വിഷയാക്കിയെടുത്ത് യാ വൈലത്തോ യാ ഹർബാ എന്നൊക്കെ പറഞ്ഞ് അവരോട് പോരിനിറങ്ങാനോ അതൊരു വിഷയമാക്കിയെടുക്കാനൊന്നും ഞാനില്ല. ഇവിടെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ വളരെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ എല്ലാ കാര്യങ്ങളിലും ഒത്തൊരുമിച്ച് നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്ന ആശയമാണ്. എന്നിട്ട് ഈ ആശയത്തോട് അദ്ദേഹം അതിന് തെളിവ് പറയാണ്. അലാ ഇന്ന ഖൈറൽ വുദ്ദി വുദ്ദുൻ തതവ്വഅത്, അറിയുക, ഇന്ന ഖൈറൽ വുദ്ദി, ഏറ്റവും നല്ല സ്നേഹം എന്ന് പറയുന്നത് അത് സ്വമേധയ ഉദ്ദുൻ തതവ്വഅത്, സ്വമേധയ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുണ്ടാവുന്ന സ്നേഹം, അതാണ് യഥാർത്ഥത്തിൽ സ്നേഹം എന്ന് പറയുന്നത്. മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയോ അതല്ലെങ്കിൽ ഒരു എന്തിന്റെയെങ്കിലും പ്രേരണ കൊണ്ടോ ഉണ്ടാവുന്ന സ്നേഹമൊന്നും സ്നേഹമല്ല. കണ്ടോ, തതവ്വഅത് ബിഹിൻ നഫ്സു, ശരീരം ആഗ്രഹിക്കുന്ന, നഫ്സ് കൊതിക്കുന്ന രീതിയിലുള്ള സ്വന്തം ഉണ്ടാവണം. സ്വന്തം ശരീരം, നഫ്സ് മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടുണ്ടാവരുത്. അതാണ് സ്വമേധയ, തതവ്വഅത് ബിഹിൻ നഫ്സു, സ്വമേധയ ഉണ്ടാവുന്ന, ശരീരത്തിന്റെ പൂർണ്ണ തൃപ്തിയോടെ അംഗീകാരത്തോടെ സ്വമേധയ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന സ്നേഹം, അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. ലാ വുദ്ദുൻ അതാ വഹുവ മുതഅബു, എന്തല്ല കീർത്തിച്ച് തകല്ലുഫൻ നൽക്ക്, തഅബ് നൽക്ക് ഉണ്ടാവുന്ന മറ്റാരുടെയെങ്കിലും പ്രേരണ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ കൊണ്ട് വളരെ നിർബന്ധമായിട്ട് ഒക്കെ കാണിക്കുന്ന ഒരു കടമ നിർവഹിക്കലോ അങ്ങനെ ഉണ്ടാവുന്ന സ്നേഹമൊന്നും യഥാർത്ഥ സ്നേഹമല്ല. പ്രയാസം സഹിച്ചിട്ടുണ്ടാവുന്ന സ്നേഹങ്ങൾ, മറ്റുള്ള പെരുമാറ്റങ്ങൾ കൊണ്ട് മറ്റുള്ള വിഷയത്തിൽ ചാലിച്ചെടുത്ത സ്നേഹങ്ങള്, നിർബന്ധത്തിന് വഴങ്ങിയിട്ടൊക്കെ ഉണ്ടാവുന്ന സ്നേഹങ്ങള്, അതൊന്നും യഥാർത്ഥ സ്നേഹമല്ല. സ്നേഹമെന്നത് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നുണ്ടാവണം. അതുകൊണ്ട് പോകുന്നവർക്ക് പോവാം, ഇവിടെ നിൽക്കുന്നവർക്ക് നിൽക്കാം. നിങ്ങൾ പോകുന്നു എന്നതുകൊണ്ട് എനിക്കതിൽ വലിയ പ്രയാസമൊന്നുമില്ല. നിങ്ങൾ പോകുമ്പോ ഞാനതിന് വിഷമിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അഭിനയിക്കുന്ന രീതിയിലുള്ള ആളൊന്നും ഞാനല്ല എന്ന്, ആ സ്നേഹത്തിന്റെ ശൈലി ഇങ്ങനെയാണ് എന്ന് ഇദ്ദേഹം മനസ്സിലാക്കി കൊടുക്കുക. ഇതേ ആശയം വരുന്ന മറ്റൊരു ബൈത്ത്, വലാ ഖൈറ ഫീ വുദ്ദിംരിഇൻ മുതകാരിഹിൻ അലൈക വലാ ഫീ സാഹിബില്ലാ തുവാഫിഖു എന്നുണ്ട്. ഇതിലെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിർബന്ധത്തിന് വഴങ്ങി മനുഷ്യന്റെ സ്നേഹം അതിലൊരു ഖൈറുമില്ല എന്ന് വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഈ ആശയം തന്നെയാണ് നമ്മൾ പറഞ്ഞതിലും ഉള്ളത്. അപ്പോ ചില സന്ദർഭങ്ങളിലൊക്കെ വേണ്ടപ്പെട്ടവരെ മാറ്റി നിർത്തേണ്ടി വരും. അതേപോലെ മാറ്റി നിർത്തേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന വിഷയങ്ങൾക്ക് അതൊരു വലിയ വിഷയമാക്കി എടുക്കേണ്ടതൊന്നുമില്ല. സ്നേഹിക്കുന്നവര് അതിവിടെ ഉണ്ടാവുമ്പോ അവര് ദേഷ്യം പിടിച്ചിട്ടോ അതല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ പോവുകയാണെങ്കിൽ അവർക്ക് അങ്ങോട്ട് പോവാം, നമുക്കൊന്നും വരാനൊന്നുമില്ല എന്ന ആശയമാണ് ഇവിടെ 2-3 പാർട്ടായിട്ട് 2-3 അധ്യായങ്ങളിലായിട്ട് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.